ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലും റവ ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഉപ്പുമാവല്ല. കണ്ടില്ലേ, 2 മുട്ടയൊക്കെ ഇരിക്കണുണ്ടോ? അപ്പോൾ ഒരു സംഭവമാണ് ഉപ്പുമാവ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് വരാം. ഒരു മസാല ഉപ്പുമാവാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത്. നല്ല രുചിയോട് കൂടിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം, എന്നാൽ അതിന് ടേസ്റ്റ് എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി വരാം. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, 2 മുട്ട, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, 1 കപ്പ് റവ. ഓക്കെ, അപ്പം നേരെ നമുക്ക് കഴുകി വൃത്തി കട്ട് ചെയ്ത് തരാം. ഹലോ ഗായ്സ്, അപ്പം നമ്മളെ സാധനം അതൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട്. ഞാൻ ഒരു ഐറ്റം കൂടി ഇതിലേക്ക് എടുത്തിട്ടുണ്ട്, പുതിന കേട്ടോ. പുതിനയുടെ ഒരു 4-5 ഇലയും കൂടി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ അതിലേക്ക് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് നമുക്ക് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് ആദ്യം മുട്ട സെറ്റാക്കി എടുക്കണം. ഓക്കെ, കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം നമുക്ക് അതിലേക്ക്. അത് മതി. നമുക്ക് അതിലേക്ക് 2 മുട്ട ഒടിച്ചെടുക്കാം. മുട്ടനൊക്കെ നല്ലതുപോലെ ചിക്കി എടുക്കുക. കുറച്ച് ഉപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കുക. നമ്മൾ മുട്ട റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഉപ്പുമാവ് റെഡിയാക്കാൻ നമ്മൾ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ ചട്ടിയും ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കേട്ടോ. ഇപ്പോൾ ചട്ടി ചൂടാക്കി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അതിലേക്ക് ഇനി എണ്ണ ചൂടാക്കി നമുക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കാം. പൊറട്ടെ. അതൊന്ന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മതി. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഇടുന്നത് ക്യാരറ്റ്, പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഉള്ളി, നല്ലൊന്ന് ഇളക്കി സെറ്റായി വരുമ്പോൾ നമുക്ക് പുതിന ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കി സെറ്റാക്കി എടുക്കാം. കാരണം ഉള്ളി വല്ലാതെ വാടൊന്നും വേണ്ടല്ലോ. അപ്പം അവൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അല്ലാതെ വാടൊന്നും വേണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുറച്ച് കാശ്മീരി ചില്ലി ഉണ്ട് കേട്ടോ. ഇത് പേരിനാണ് അത് കേട്ടോ. 1/4 സ്പൂൺ ഗരം മസാല. ഒന്ന് ഇളക്കി വിടാം നമുക്ക്. പാകത്തുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇടേണ്ടത് കുറച്ച് നെയ്യ്. ഇത് ഇളക്കി വിടാം. നെയ്യ് ഇട്ടാൽ തന്നെ ഒരു മണാണ് കയറി വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് നമ്മളെ റവ വറക്കണം. എങ്ങനെയാണ് കേട്ടോ, സെപ്പറേറ്റ് വേറെ വർക്കൊന്നുമില്ല, ഇതിൽ തന്നെ വറക്കും. ഏറ്റവും സ്പീഡുള്ള പരിപാടിയാണ്. അധികം ഒന്നും മസാല ഇടരുത് കേട്ടോ. വല്ലാതെ മസാല ഇട്ട് കഴിഞ്ഞാൽ കുത്തും, അപ്പോൾ അത് ശ്രദ്ധിക്കണം, ടേസ്റ്റ് കമ്മിയാവും. ഒരു പേരിനെ മസാലയൊക്കെ പാടുള്ളൂ കേട്ടോ. അതൊന്ന് വറുത്തൊന്ന് സെറ്റ് ആയി നമുക്ക് ഇതിലേക്ക് നമ്മൾ 1 കപ്പ് റവൽ എടുത്തത്. സാധാരണ 1.5 കപ്പ് വെള്ളം ഒഴിക്കൽ. ഇതിലേക്ക് നമ്മൾ 1.25 കപ്പേ വെള്ളം ഒഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ റവ റെഡി ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചൂടുവെള്ളം 1.25 കപ്പ് ചൂടുവെള്ളം കേട്ടോ, തിളപ്പിച്ച വെള്ളം. നമുക്ക് കുറച്ചിങ്ങനെ വേറിട്ട് കിട്ടണം ഉപ്പുമാവ് കേട്ടോ.
ഇപ്പം നമ്മൾ ഉപ്പുമാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തുവെച്ച മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ടയെ നമുക്കൊന്നിങ്ങനെ തട്ടി ലെവലാക്കി ഒരേപോലെ ആക്കി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. തീയൊന്നും ഇല്ല കേട്ടോ, തീയൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. അത് അടച്ച് റെഡിയാക്കി വെക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് തുറന്നു നോക്കാം. അയ്യോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുത്താൽ സംഗതി പരിപാടി റെഡിയായി. നമ്മളെ മുട്ട മസാല ഉപ്പുമാവ് ഇവിടെ റെഡിയായി കേട്ടോ. നമ്മളെ ഉപ്പുമാവൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഹലോ ഗൈസ്, നമ്മൾ ഉപ്പുമാവ് സെറ്റായി വന്നിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി. ഇങ്ങനെ ഉണ്ട് നമ്മുടെ സാധനം. കിട്ടില്ല സാധനം കേട്ടോ. ഇങ്ങനെയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ. പിന്നെ പറയാനുള്ളത്, എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ലെയർ എന്നൊക്കെ ആയിപ്പോയി കേട്ടോ. ഓക്കെ, ബൈ ബൈ.